ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ് ചിക്കൻ അഫ്ഗാനി. വൈറ്റ് കളറുള്ള ഒരു ചിക്കൻ കറിയാണിത്. നല്ല കുറുമ പോലെ നല്ല തിക്കായിട്ടിരിക്കുന്ന ഒരു ചിക്കൻ കറി. മലായ് ചിക്കൻ ടിക്ക അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത്. പൊറോട്ടയോടെ കഴിക്കാം, പക്ഷെ എന്നാലും കുറച്ചും കൂടെ ടേസ്റ്റ് കുപ്പൂസ്, ബ്രെഡ് അല്ലെങ്കിൽ അപ്പം, അതിൻ്റെ കൂടെ ആയിരിക്കും കുറച്ചും കൂടെ നല്ലൊരു കോമ്പിനേഷൻ. പിന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കണം. ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ അല്ലി 5 അല്ലെങ്കിൽ 6 എടുക്കാം. പച്ചമുളക് എരിവിനനുസരിച്ച്, പച്ചമുളകിന് എരിവ് മാത്രമേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ 12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 15 പച്ചമുളക് എടുക്കാം. പിന്നെ മല്ലിയില, ഒരു പിടി മല്ലിയില എടുക്കണം. ഒരു സവാള വലുത്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. പിന്നീട് വേണ്ടത് നട്ട്സാണ്. നട്ട്സ് കാഷ്യൂനട്ട് 25 എണ്ണം വേണം. അതേപോലെ തന്നെ ബദാമും 25 എണ്ണം. അതും രണ്ടും കൂടെ നല്ലതുപോലെ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഈ അരച്ച മസാല ഇടാം. ഇത് കാഷ്യൂനട്ടും അതേപോലെ തന്നെ ബദാമും അരച്ച പേസ്റ്റാണ്. പിന്നീട് വേണ്ടത് കുരുമുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ. ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ. ചാട്ട് മസാല 1/2 ടീസ്പൂൺ. കസൂരി മേത്തി 1 ടീസ്പൂൺ. ഉപ്പ് 1 ടീസ്പൂൺ. 1/2 കപ്പ് തൈര്. നല്ല പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പുളി ഒട്ടുമില്ലാത്ത തൈരാണ് ചേർക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർക്കണം. പിന്നെ വേണ്ടത് ക്രീമാണ്, 2 ടേബിൾ സ്പൂൺ. നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ക്രീമാണ്. അത് ഞാൻ ഇവിടെ 100 ഗ്രാം ക്രീം എനിക്ക് ടോട്ടൽ വേണം, പക്ഷേ ആ 100 ഗ്രാമിൽ നിന്ന് 2 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ഞാൻ ആദ്യം ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കുക, എരിവോ ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ നോക്കിയിട്ട്, എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടെ 2-3 പച്ചമുളക് കൂടെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഈ മസാല ശരിക്കും ടേസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു മലായ് ചിക്കൻ ടിക്കയുടെ ടേസ്റ്റാണ്, ആ മസാലയുടെ ടേസ്റ്റാണ് വരുന്നത്. മലായ് ചിക്കൻ ടിക്കയുടെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 3/4 കിലോ ചിക്കനാണ്. ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ആ ചിക്കനും കൂടി ഇടുക. ഈ ചിക്കനും മസാല എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട്, സമയമുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. അല്ലെങ്കിൽ സമയം ഒട്ടും ഇല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും വയ്ക്കണം. നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. നെയ്യിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ എടുക്കണം, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇനി ഇതിനകത്തുനിന്ന് ഓരോ ചിക്കൻ പീസും എടുത്തിട്ട് ഈ നെയ്യിലിട്ടിട്ട് വറുത്തെടുക്കണം. ഒത്തിരി അങ്ങ് ഡീപ് ഫ്രൈ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് അതിനകത്ത് ആ മുകളിൽ കൂടെ ഒക്കെ ഒരു ചെറിയൊരു കളറൊന്ന് മാറിയാൽ മാത്രം മതി. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിടാം. അപ്പോൾ ആ സൈഡ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുവപ്പ് നിറമായിട്ടുണ്ട്.
അപ്പോൾ ചിക്കൻ രണ്ട് സൈഡും ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് ഞാനിത് ആ നെയ്യിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ഇപ്പോൾ ആ പാനിൽ കുറച്ച് ആ മസാലയൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതെല്ലാം എടുത്ത് മാറ്റണം. ഇനി ബാക്കിയുള്ള ചിക്കന് ഇതേപോലെ തന്നെ വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ബൗളിലും ബാക്കി മസാല ഉണ്ടാവും. ആ മസാല കളയരുത്, ആ മസാല നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഞാനങ്ങനെ ഫുൾ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട്. ആദ്യം കഴിഞ്ഞ മസാല ഉണ്ടെങ്കിൽ അതെടുത്ത് കളയണം. അപ്പോൾ ഇതിനകത്ത് അധികം കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത ആ ബാക്കിയുള്ള മസാല ഫുള്ളായിട്ട് ഈ നെയ്യിലേക്ക് ഇടണം. ബാക്കിയുള്ള ആ പാത്രത്തിൽ കുറച്ച് മസാല ഉണ്ടാകും, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നല്ലതുപോലെ ആ മസാല എല്ലാ പാത്രത്തിൽ നിന്ന് തൂത്തെടുക്കണം. മസാലയിലേക്ക് 1/4 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ കറിക്ക് 100 ഗ്രാം ക്രീമാണ് ചേർക്കുന്നത്. അതിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ ക്രീം ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ക്രീം ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഇത് ചേർക്കുവാണ്. ഞാൻ ബൗളിലെ മസാലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ചും കൂടെ വെള്ളം വേണം, നമുക്ക് ചിക്കൻ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ വേണം. ഇനി ആ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ്, നല്ലതുപോലെ ഇളക്കിയ ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇതിലേക്കിടാം. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യണം. ആദ്യം നല്ലത് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക, പിന്നീട് തീ കുറച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ട് ചിക്കൻ ഒന്ന് ഇളക്കിയിടണം. ഇനി ഇതിലേക്ക് ഞാൻ ചാട്ട് മസാല 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കസൂരി മേത്തി 1 ടീസ്പൂൺ ചേർത്തു. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കണം.
ഇപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഗ്രേവി നല്ലതുപോലെ കുറുകും. കാഷ്യൂനട്ടും ബദാമും എല്ലാം ചേർത്തിട്ടുള്ളതുകൊണ്ട് ക്രീമെല്ലാം ഉള്ളതുകൊണ്ട് അത് കുറച്ചും കൂടെ കുറുകും. അപ്പോൾ അതുകൊണ്ട് ഇത് കുറുകിയിരിക്കുന്ന ഒരു കുറുമ സ്റ്റൈലുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാണ്. ചൂടോടുകൂടി തന്നെ കഴിക്കണം.